ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്നൊരു ചിന്ത വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ചിന്തിക്കാം എന്ന കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ക്രൈസ്തവ ലോകം ഈ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് അടുത്ത ആഴ്ചയിലേക്കൊക്കെ വരുമ്പോൾ, പെസഹായുടെ ഓർമ്മയും ദുഃഖ വെള്ളിയാഴ്ചയുടെ ഓർമ്മയിലൂടെയൊക്കെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകാൽ ഓരോ ക്രൈസ്തവരും മനസ്സിലാക്കി വിശ്വസിക്കേണ്ട സത്യം. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് പല പെരുന്നാളുകളാണ് അവർക്ക് ഉള്ളത്. ലേവ്യ പുസ്തകം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് അതിൻ്റെ 23-ാം അധ്യായത്തിൽ 7 പെരുന്നാളുകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 7 പെരുന്നാളിൽ ആദ്യത്തെ 4 എണ്ണം ക്രിസ്തീയ സഭാ കാലയളവിനോടുള്ള ബന്ധത്തിലും പിന്നത്തെ 3 എണ്ണം യഹൂദൻ്റെ ഭാവിയോടും രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുകയാണ്. അതിൽ 1-ാമത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് പെസഹ പെരുന്നാളാണ്. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ച പൗലോസ് ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഒന്ന് പെസഹ പെരുന്നാളാണ്. യഹൂദനെ സംബന്ധിച്ച് വളരെ പ്രശസ്തമായ പെരുന്നാളും യഹൂദന് ഏറ്റവും പ്രധാനമായ പെരുന്നാളും എന്നും അവൻ ഓർക്കുന്നതുമായ ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെയും അത് മുഖാന്തരം മനുഷ്യൻ ലഭിക്കുന്ന വീണ്ടെടുപ്പിനെയാണ് ഇത് കാണിക്കുന്നത്. അത് ആരംഭിച്ച് മിസ്രൈമിലാണ്. അതായത് ഫറവോൻ്റെ അതിക്രൂരമായ അടിമനോഹത്തിന് കീഴിൽ ഞെരിഞ്ഞ് ഇഞ്ചിഞ്ചായി തകർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് നിദാനമായി തീർന്ന സംഭവമാണ് വർഷം തോറും അവർ ആചരിച്ചു പോന്ന പെസഹ എന്നുള്ള പെരുന്നാൾ ഓർപ്പിക്കുന്നത്. ദൈവം മിസ്രൈമിൽ വരുത്തിയ ബാധകളിൽ 9ഉം ശ്രദ്ധയോടെ പഠിച്ചാൽ മിസ്രൈമ്യരെ മാത്രം ബാധിക്കുന്നതായിരുന്നു. എന്നാൽ 10ാമത്തെ ബാധയായ ആദിജാതന്മാരുടെ സംഹാരം ഇസ്രായേലിയ ഭവനങ്ങൾക്കും അത് ബാധകമായിരുന്നു എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർദ്ധരാത്രിയിൽ സംഹാരകൻ മിസ്രൈമിൽ കൂടെ കടന്നു പോകുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം അവർ പാർക്കുന്ന വീടുകളുടെ കട്ടളക്കാൽമേലും കുറുമുടിമേലും കാണണം. ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവം മോശ മുഖാന്തരം എഴുതി കൊടുത്ത പ്രമാണമാണ്. അപ്പോൾ രക്തം അടയാളമില്ലാത്ത ഭവനങ്ങളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളും എല്ലാം സംഹരിക്കപ്പെടും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അതുകൊണ്ട് ദൈവം ഒരു വ്യവസ്ഥ വെച്ചാൽ ആ വ്യവസ്ഥ മറികടന്നു പോകുന്നവനല്ല. അതുകൊണ്ട് ഈ ഭയാനകമായുള്ള ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനായി ദൈവം ഏർപ്പെടുത്തിയ രക്ഷാമാർഗത്തിൻ്റെ ഓർമ്മയാണ് പെസഹ പെരുന്നാൾ വർഷം തോറും ഇസ്രായേലിന് നൽകി വന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ ആദാമിൽ നാം എല്ലാവരും പാപികളായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഇതിന് 2ാം മരണം എന്നാണ് ബൈബിൾ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. ഈ ഭയങ്കരവും നിത്യവുമായ ദണ്ഡനത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്രാപിക്കാനുള്ള മാർഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മാത്രമാണ്. റോമർ 8-ന്റെ 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക്
യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ നിഴലാണ് പെസഹ എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ വിട്ട് കടന്നു പോകും. ഏതെങ്കിലും ആടിൻ്റെ രക്തമോ ജന്തുക്കളുടെ രക്തമോ അല്ല അവൻ വീട്ടുവാതിക്കൽ പുരട്ടേണ്ടിയിരുന്നത്. പിന്നെയോ ആബീബ് മാസം 10-ാം തീയതി വേർതിരിച്ച് നിർത്തിയതും ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതുമായ കുഞ്ഞാടിൻ്റെ യോഗ്യതകളിൽ പറയപ്പെട്ടിരുന്നവയെല്ലാം പൂർണ്ണമായി സമ്മേളിച്ചിരിക്കുന്ന കുഞ്ഞാട് അത് യേശുക്രിസ്തു മാത്രമാണ്. അതായത് ആദാമ്യ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി അറുക്കപ്പെട്ട ഈ ദൈവ കുഞ്ഞാടിൻ്റെ മരണത്തെ പറ്റിയാണ് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ മരണത്തിന് മുമ്പ് പെസഹ ആചരിച്ച് അവസാനിപ്പിക്കുകയും അതിൻ്റെ പൊരുളായ തൻ്റെ മരണത്തിൻ്റെ ഓർമ്മ തൻ്റെ വീണ്ടും വരവോളം നിലനിർത്തുവാൻ കർത്തൃമേശ ഏർപ്പെടുത്തുകയും ചെയ്തു. പെസഹ കർത്താവിൻ്റെ 1-ാം വരവിനെയും മരണത്തെയും ഓർമ്മപ്പെടുത്തി നിലനിന്ന് പോന്ന ഒരു സത്യമാണ്. അത് തൻ്റെ സഭയുടെ മധ്യേ കർത്താവിൻ്റെ മേശ അവൻ്റെ പുനരാഗമനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിലനിന്ന് പോരുന്നു. കുഞ്ഞാടിൻ്റെ രക്തം വീട്ടുവാതിൽക്കൽ പുരട്ടണം എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വീട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കാണിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ കാര്യമാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16 എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒന്നാണ്, നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ശരീരത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാതിൽ നമ്മുടെ വായത്രേ. അപ്പോൾ യേശുവിനെ കർത്താവ് വായ കൊണ്ട് ഏറ്റു പറയണം എന്നുള്ളതാണ് രക്ഷയ്ക്കുള്ള ദൈവവ്യവസ്ഥ എന്ന് റോമർ 10:9 വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്കുള്ള ഏക ഉപാധി എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ഉറച്ച് നിലവിളിച്ചു. ഹാമാൻ യഹൂദ ജാതിയെ മുഴുവൻ കൊല്ലാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് രക്ഷയ്ക്കുള്ള ഒറ്റ ഉപധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റ ഒരു മാർഗം എന്ന് പറയുന്നത് ഉറച്ച നിലവിളി എന്നുള്ളതാണ്. അവർ ഉറച്ച നിലവിളിച്ചു. ദൈവം അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് വിടുതൽ കൊടുത്തു. നമ്മൾ വായിക്കുന്നത് ജീവനെ കൈപ്പാക്കി എന്നുള്ള പദം നമുക്ക് റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പഠിക്കാൻ കഴിയും. ജീവനെ കൈപ്പാക്കി വന്നതായ മാറയുടെ അനുഭവത്തിലേക്ക് വന്നതായ ആ നവോമിയുടെയും അതുപോലെ രൂത്തിൻ്റെയൊക്കെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾ ജീവിതത്തെ കൈപ്പാക്കി വന്നവരാണ്. അവർക്കും രക്ഷയ്ക്കുള്ള ഒറ്റ മാർഗം അവർ ബേത്ലഹേമിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ഇവിടെ ഏതൊരു വ്യക്തിക്കും അതെ വളരെ ആവശ്യമായിരിക്കുന്ന ഒന്ന് അവനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയണം. അതാണ് രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥ. റോമാലേഖനം 10:9 വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു ദൃഷ്ടാന്തം യെശയ്യാവിൽ നമ്മൾ കാണാൻ കഴിയും. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ് എന്ന് നമുക്കറിയാം. യാഗപീഠത്തിലെ തീക്കനൽ യെശയ്യാവിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ അവൻ്റെ മാലിന്യം നീങ്ങി പാപബോധനം വന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വായിക്കുന്നവൻ യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പല കൂട്ടർക്ക്, അതായത് ഒരു 5 കൂട്ടർക്ക് കഷ്ടം പറഞ്ഞു. അവർ 5 കൂട്ടർക്ക് കഷ്ടം പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആ യാഗപീഠം ഇടിഞ്ഞുകൊണ്ട് നിൽക്കുന്ന യാഗപീഠത്തിലേക്ക് നോക്കിയിട്ട് അവൻ പറയുകയാണ്, എനിക്കയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുന്ന യാഗപീഠം, ആ യാഗപീഠത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു കൊടിൽ എടുത്ത് ഒരു ദൂതൻ എന്ത് ചെയ്തു? അവൻ്റെ നാവിന് തൊടിവിച്ചപ്പോൾ അവൻ്റെ നാവ് ശുദ്ധിയുള്ളതായി തീർന്നു വായിക്കും. അതുകൊണ്ട് അവൻ്റെ അധരത്തെ തൊട്ടതിനാൽ അവൻ്റെ എന്ത് ചെയ്തു? അവൻ പാപത്തിന്, അവൻ്റെ അകൃത്യത്തിന്, അവൻ്റെ മാലിന്യം നീങ്ങി അവന്
പാപമോചനം വന്നു. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ രക്ഷയ്ക്കുള്ള മാർഗം? മറ്റേതെങ്കിലും ഒരു മാർഗമുണ്ടോ? രക്ഷയ്ക്ക് അവലംബനീയമായ മറ്റൊരു മാർഗവും വിശുദ്ധ തിരുവെഴുത്തിലില്ല. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥ നാം എന്ത് ചെയ്യണം? നാം അത് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുക മാത്രം ചെയ്താൽ മതി. ഇവിടെ നമ്മൾ വായിക്കുന്ന അന്ന് സന്ധ്യാസമയത്ത് ഇസ്രായേലിയ ഭവനങ്ങളിൽ കുഞ്ഞാടിൻ്റെ കരച്ചിൽ ഉണ്ടായതായിട്ട് വായിക്കുന്നു. എല്ലാ ഇസ്രായേലിയ ഭവനങ്ങളിൽ കുഞ്ഞാടിൻ്റെ കരച്ചിലുണ്ടായി. അതവരുടെ രക്ഷയ്ക്കായി അറുക്കപ്പെടുകയായിരുന്നു. അവർ അതിൻ്റെ രക്തത്തിൽ വിശ്വസിച്ചു, അവരതിൽ ആശ്രയിച്ചു. അതിനാൽ അർദ്ധരാത്രിയിൽ മിസ്രൈമിലുണ്ടായ കൂട്ടക്കരച്ചിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നിങ്ങനെ നമ്മുടെ രക്ഷാവ് നിലവിളിച്ചത് സന്ധ്യായാഗത്തിൻ്റെ സമയത്തായിരുന്നു. ഈ കരച്ചിൽ എൻ്റെ പേർക്കായിരുന്നു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഏതു വ്യക്തിയും രക്ഷിക്കപ്പെടും. ഇല്ല എങ്കിൽ അർദ്ധരാത്രി ഉണ്ടായ വലിയൊരു നിലവിളി മുന്നറിയിപ്പ് തരുന്ന ആ വെള്ളസിംഹാസനത്തിൻ്റെ വലിയൊരു ന്യായവിധിയിലേക്ക് അവർ വിടപ്പെടും. തിരുവഴുത്തിൽ വായിക്കുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ വെന്ത് പിടഞ്ഞ ആ നിലയിൽ നമുക്ക് വേണ്ടി രക്ഷയൊരുക്കിയ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആ നിലയിൽ തൂക്കപ്പെട്ട ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിലയേറിയ ജീവനെ നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ അർപ്പിക്കുകയായിരുന്നു. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു: ജീവൻ്റെ ആധാരം രക്തമാണ്. അവൻ നമുക്ക് വേണ്ടി മുഴുവൻ രക്തവും ഊറ്റിത്തരുവാനും കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി തൻ്റെ ശരീരം തകർക്കപ്പെടുവാനിടയായി അവൻ്റെ തകർച്ചയിലൂടെ, അവൻ്റെ രക്തച്ചരിച്ചിലൂടെ നമുക്ക് ഒരുക്കിയ ഈ വിലയേറിയ രക്ഷ നമുക്ക് സൗജന്യമായിട്ടാണ് തരുന്നത്. അത് വിശ്വാസത്താൽ അംഗീകരിച്ച് നമ്മുടെ പാപമോചനത്തിനായി വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് നാം യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങളുടെ പരിഹാരം ലഭിച്ച ഒരു ദൈവവേദനോട് പറയാനായിട്ട് സാധിക്കും: എൻ്റെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തുവാണ്. ആ പെസഹ കുഞ്ഞാടിനെ ഓർക്കുന്ന, ആരാധിക്കുന്ന ആ പെസഹയുടെ അനുഭവം ഓരോ വിശ്വാസിയിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് പെസഹയിലൂടെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ അവരുടെ പെരുന്നാൾ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 5:6 പുളിപ്പില്ലായ്മ നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധിയുടെ ഒരു സൂചനയാണ്. അതുകൊണ്ട് അവൻ്റെ ജനനത്തിൽ അവൻ വിശുദ്ധ പ്രജ എന്നാണ് ലൂക്കോസ് 1:35 നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും പുളിപ്പ് അശേഷം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവ് നിസ്തുല്യനായിരുന്നു എന്നുള്ളതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. പൗലോസ് കൊരിന്ത്യരോട് ഈ കാര്യമാണ് ഓർപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 5:6 അതെന്താണ്? അത് ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളുടെ പ്രശംസ നന്നല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പ്രിയപ്പെട്ടവർ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നമ്മുടെ ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ കാണിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് ഉപദേശത്തിലും ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയാണ് ഇവിടെ പൗലൂസിൻ്റെ പ്രധാനമായ പ്രഖ്യാപനം. പെസഹായ്ക്കും പുളിപ്പില്ലായ്മയ്ക്കും തമ്മിൽ പിരിയാബന്ധമാണുള്ളത്. ലൂക്കോസ് 22:1 വായിക്കുന്ന ഒരു വേദപഠിതാവിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെസഹ തുടങ്ങുമ്പോൾ തന്നെ പുളിപ്പില്ലായ്മയും തുടങ്ങിയാണ്. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പെസഹ തുടങ്ങുമ്പോൾ തന്നെ പുളിപ്പില്ലായ്മയും തുടങ്ങിയാണ്. ഒരേ സത്യത്തിൻ്റെ ഇരുവശങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. അതായത് വിശുദ്ധ ജീവിതം രക്ഷയുടെ തെളിവാണെന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ മന്ദിരത്തിലേക്ക് തൂക്കപ്രകാരം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. അത് തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് നമ്മിലുണ്ടോ? 7 ദിവസം പുളിപ്പില്ലായ്മ ആചരിക്കണം. ഇത് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും കുറിക്കുകയാണ്. 1-ാം ദിവസം തന്നെ പുളിപ്പ് നമ്മുടെ വീടുകളിൽ നീക്കണം. പുറപ്പാട് 12:15 രക്ഷിക്കപ്പെടുന്ന ദിവസമാണ് 1-ാം ദിവസം. നമ്മുടെ ജീവിതത്തിന് 1-ാം നാള് അന്ന് എന്ത് ചെയ്യണം? നീക്കിക്കളവിൻ. വല്ല പുളിമാവും ശേഷിച്ചാൽ പിൽക്കാലത്ത് നീക്കിക്കളയുവാൻ വലിയ പ്രയാസമായിരിക്കും. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ, അഥവാ ഞായർ മുതൽ ശനി വരെ നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. അത്രയും ദിവസം വിശുദ്ധമായിരുന്നാൽ മതി.
അത് നമ്മുടെ ജീവിതകാലം മുഴുവനാണ്. പഴയ പുളിമാവിനെ കളഞ്ഞില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ള വീഴ്ചകൾ. അതിൻ്റെ തുടർന്ന് നാം പഠിക്കുമ്പോൾ നിന്റെ അതിർക്കകത്തെങ്ങും പുളിമാവ് കാണരുത്. 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒരാളിൻ്റെ അതിര് എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിലുള്ള വളർത്തു ജന്തുക്കൾ പോലും അറിയാം. പിന്നെ വിശ്വാസികൾക്ക് അറിവില്ല എന്ന് വരുമോ? നമ്മുടെ ചുമതല നമ്മുടെ അതിര് വരെ ഉണ്ട്. മറ്റുള്ളവരുടെ അതിർക്കകത്ത് പുളിപ്പ് നാം ഉത്തരവാദികളല്ല. വിശുദ്ധരുടെ വ്യാപ്തി ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പുളിമാവ് നീക്കിക്കളഞ്ഞാൽ മാത്രം പോരാ, തീയിൽ ചുട്ട കുഞ്ഞാടിൻ്റെ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും വീട്ടിനുള്ളിലിരുന്ന് കയ്പിച്ചേരയോട് അവർ ഭക്ഷിക്കേണ്ടിയിരുന്നു. ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ കെട്ടുപണിക്കുമുള്ള ദൈവവചനത്തെ ഈ പുളിപ്പില്ലാത്ത അപ്പം സൂചിപ്പിക്കുന്നു. നാം തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, ദൈവജനത്തോട് ചേർന്ന് കഷ്ടമനുഭവിച്ചതിൻ്റെ രക്ഷിതാവിൻ്റെ കൂട്ടായ്മ ആസ്വദിക്കുകയും ചെയ്യണം. വേറൊരു ചുമതല അവർക്കുണ്ടായിരുന്നത്, നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം. പുറപ്പാട് 13:8 എന്നുള്ളത് രക്ഷയും രക്ഷിതാവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് തങ്ങളുടെ മക്കളെയും നടത്തുവാൻ മാതാപിതാക്കന്മാർക്ക് ചുമതലയുണ്ട്. ദൈവസത്യങ്ങളുടെ പിന്തുടർച്ചക്കാരായി ആ നിലയിൽ നിൽക്കത്തക്കവണ്ണം നമ്മുടെ മക്കളെയും എന്ത് ചെയ്യണം? നാം അഭ്യസിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യങ്ങളെ മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം എന്നുള്ള ദൈവകൽപ്പന കൊരിന്തിലെ ദുഷ്ടനോട് പൗലോസ് ഘടിപ്പിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 5:13. ദൈവസഭ വിശുദ്ധിയുടെ ഒരു കെട്ടുപണിയത്രേ യഥാർത്ഥമായ വേർപാട് ദൈവജനത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് ഈ പൊരുളിൻ്റെ ആഹ്വാനം. തുടർന്നുള്ളതായ പെരുന്നാളുകളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വചനധ്യാനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ അത് വിശ്വസിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.